മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയിട്ടുണ്ട്. ദേവികുളം മാനില എസ്റ്റേറ്റിന് സമീപത്താണ് പടയപ്പ എന്ന കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതോടെ മേഖലയിലെ തൊഴിലാളികൾ ആശങ്കയിലാണ്. കുട്ടിസ്വാമി ആണ് വരുന്നത്. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായിട്ട്. ആൽവിൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പയെ കുറിച്ച് വലിയ വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. നമ്മൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ടാണോ അതോ പടയപ്പ മര്യാദയായി നിൽക്കുന്നത് കൊണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷെ ഇന്നലെ പടയപ്പയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത് ഈ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച വാനിന് നേരെ ആന പാഞ്ഞെടുക്കുന്നതും പിന്നീട് ആ ഡ്രൈവർ റിവേഴ്സ് എടുത്ത് ഇവരെയൊക്കെ സേഫ് ആക്കുന്നതുമായിട്ടുള്ള ഒരു വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണോ? ശ്രീലക്ഷ്മി, പടയപ്പ ജനവാസ മേഖലയിൽ വല്ലാതെ തമ്പടിക്കുന്ന നാളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാർത്ത നൽകിയിരുന്നു. ഈ സ്കൂൾ കുട്ടികളെ സഞ്ചരിച്ചിരുന്ന സ്കൂൾ വാനിന് മുന്നിലേക്ക് പടയപ്പ ആക്രമണത്തോടെ വരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഇന്നിപ്പോൾ പടയപ്പ ഉള്ളത് ദേവികുളം മാനില എസ്റ്റേറ്റിലാണ്. ഇവിടെ ഈ എസ്റ്റേറ്റിന്റെ ലയങ്ങൾക്ക് സമീപത്താണ് ഇത് നിലയുറപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പടയപ്പ ശാന്തനായിരുന്നുവെങ്കിൽ ഈ അടുത്ത കാലത്തായി പടയപ്പ വലിയ തോതിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ ബസ്സിന് മുമ്പ് പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു ബൈക്ക് യാത്രക്കാരനെയും പടയപ്പ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇത്തരം സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മതപ്പാടിന് ശേഷം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഈ പടയപ്പയ്ക്ക് മതപ്പാടുണ്ടായിരുന്നു. മതപ്പാടിന് ശേഷം ഈ പടയപ്പ വലിയ തോതിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പിന്റെ ഒരു വിലയിരുത്തലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ കൃത്യമായി വനം വകുപ്പിന്റെ RRT സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക RRT സംഘത്തെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ഈ ആക്രമണ സ്വഭാവം എന്തുകൊണ്ട് കാണിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പിന്റെയും ഒരു ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് ഈ പടയപ്പ എന്ന കാട്ടാന മിക്കവാറും ജനവാസ കേന്ദ്രങ്ങളിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് മൂന്നാർ ടൗണിലും മൂന്നാറിന്റെ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മൂന്നാറിൽ ഏറെക്കുറെ സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുകയാണ് ആന. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ.